സെൽഫ് എസ്റ്റീമിൻ്റെ ഒരു മാജിക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ആത്മാഭിമാനം ഉള്ളവരാണ്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഇത് ആരും കാണുന്നില്ലെങ്കിൽ പോലും, നമ്മുടെ ഈ പോസിറ്റീവ് ആക്ഷൻ ഒരാൾ പോലും കാണുന്നില്ലെങ്കിലും നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. വിൽ ഹാവ് എ ഹൈ സെൽഫ് എസ്റ്റീം. ഇതുപോലെ തന്നെയാണ് ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റോങ് ആക്ഷൻ ചെയ്യുമ്പോൾ, സ്റ്റീല് ചെയ്യുമോ അല്ലെങ്കിൽ കള്ളത്തരം പറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു നെഗറ്റീവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ പോലും ഈ നമ്മൾ ചെയ്യുന്ന ഈ റോങ് ആക്ഷൻ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് തനിയെ ഒരു കുറ്റബോധം ഉണ്ടാവും. വിൽ ഹാവ് എ ലോ സെൽഫ് എസ്റ്റീം. നമ്മുടെ ആത്മാഭിമാനത്തിന് ഒരു കോട്ടം തട്ടും. ഇതൊക്കെ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇൻഅഡ്വേർട്ടൻ്റ്ലി ഓർ ഇന്നസെൻ്റ്ലി നമ്മൾ നമ്മുടെ ഫാമിലീസിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലോ ഒക്കെ ഉള്ള ആളുകളെ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ പോലും ആരെങ്കിലും നമ്മൾ അന്വേഷിച്ച് വരുവാണ്, നമുക്കവരെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയും ഞാനിവിടെ ഇല്ല, പുറത്ത് പോയേക്കുവാണെന്ന് പറയാതെ ആണെങ്കിൽ പോലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നുണ പറയാനായിട്ടുള്ള ഒരു ശീലം നമ്മൾ അവരിൽ വളർത്തിയെടുക്കുകയാണ്. എപ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്ന് നമ്മുടെ കുട്ടികളോട് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ അവർ വളരെ സർപ്രൈസിംഗ്ലി ആയിരിക്കും നമ്മളെ നോക്കി കാണുക. അവരെ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവർ നമ്മളോടും തിരിച്ച് കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങും. സ്റ്റാഫിനെ കൊണ്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ലീവ് എടുക്കുമ്പോൾ ശരിയായിട്ടുള്ള റീസൺസ് ഒന്നും പറഞ്ഞായിരിക്കില്ല. ഇങ്ങനെ പെറ്റിയായിട്ടുള്ള വളരെ ചെറിയ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് അക്കംപ്ലിഷ്ഡ് ലയേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലയേഴ്സൊക്കെ ആയിട്ട് എല്ലാവരും മാറുക. ഈ കള്ളത്തരം പറയുന്ന ആളുകൾ ചെറുതായിട്ട് സ്റ്റീൽ ചെയ്യുന്ന സ്വഭാവവും അവരിൽ കണ്ടുവരാറുണ്ട്. സോ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അറിയാതെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റപ്പ് ആവും, നമുക്ക് ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ടാവുകയില്ല. സോ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഷ്യൂർ ദാറ്റ് അവർ സെൽഫ് എസ്റ്റീം വിൽ ഗോ ഡൗൺ. നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേക്കും. നാളെ കാണാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എക്സ്പെക്ട് നത്തിങ് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ്. ബൈ.